ഹായ് ഹലോ എല്ലാവരും എന്തു പറയുന്നു? സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഒരു വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അമ്പഴങ്ങ അച്ചാറാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഹൈബ്രിഡായിട്ടുള്ളൊരു അമ്പഴങ്ങയുടെ പ്ലാന്റ് വെച്ചിരുന്നു. അപ്പോൾ അതിൽ ആദ്യത്തെ പ്രാവശ്യം ഇട്ടപ്പോൾ നമ്മൾക്ക് അത് വീഡിയോ ഒന്നും എടുക്കാനോ അല്ലെങ്കിൽ ഒന്നും അപ്ഡേറ്റ് ചെയ്യാനൊന്നും പറ്റിയിരുന്നില്ല. പക്ഷേ നമ്മളിപ്പോൾ വിചാരിച്ചു ഒരു വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പ്ലാന്റ്. അപ്പോൾ അതിൽ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. എന്നാലും നമുക്കത് സന്തോഷമല്ലേ. നമുക്കത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായി നമ്മളത് അച്ചാറിടുമ്പോഴത്തേക്കും അതിനകത്ത് വലിയ കെമിക്കൽസോ അല്ലെങ്കിൽ വലിയ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആഹാരമൊക്കെ കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇനി അതൊരു വലിയ ഭാഗ്യമാണ്. അപ്പോൾ നമ്മൾ എന്തായാലും അത് വേഗം ഒന്ന് പിച്ചിയെടുക്കുകയാണേ. വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇനിയിപ്പോൾ അത് നമുക്ക് എങ്ങനെയെങ്കിലും ആ പ്ലാന്റ് കുറച്ചുകൂടെയൊക്കെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്ത് കുറച്ചുകൂടെയൊക്കെ നോക്കണം. അപ്പോൾ ഇതാ ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്കത് അച്ചാറിടാം കേട്ടോ. ആദ്യം തന്നെ ഇത് കഴുകിയിട്ട് നന്നായിട്ട് ഉപ്പ് വെള്ളം തിളപ്പിക്കണം. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നല്ലെണ്ണയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ എന്താ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് എണ്ണ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കുറച്ചുകൂടെ അച്ചാറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഇരിക്കുന്ന എണ്ണ നല്ലെണ്ണയാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ലെണ്ണയ്ക്കകത്തോട്ട് ചൂടാവുമ്പോഴത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. ഏകദേശമൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനിയെന്ന് പറയുന്നേ നമ്മൾ മുളക് പൊടി, കായപ്പൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി സാധാ അച്ചാറുകൾക്കൊക്കെ ഇടുന്നതാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ ഒരു ബൗളിലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഈ എണ്ണയൊക്കെ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നല്ലതായിട്ട് കരിയാനുള്ള ചാൻസ് ഉണ്ട് തീയൊക്കെ കൂട്ടി വെച്ചിരിക്കുമ്പോഴേ. അപ്പോൾ ഓരോന്ന് ഇടുന്നതിനേക്കാൾ നല്ലത് ഈ ഒരു പൊടി ഐറ്റംസ് എല്ലാം കൂടെ ഒരുമിച്ചെടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നത് എന്ത് ചെയ്യാം, ഇട്ടിട്ട് അത് മൂപ്പിച്ച് പെട്ടെന്ന് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അത് കരിഞ്ഞു പോയാലോ. അതുകൊണ്ട് അതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കൂടാതെ നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് അത്യാവശ്യം ഇച്ചിരി ഇതിൽ കുത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. വലിയതായിട്ടങ്ങ് മൂപ്പാവണ്ട, അത്യാവശ്യം ഒരു ഇതിൽ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്ത് അമ്പഴങ്ങ ഇട്ടിട്ട് ഉപ്പിട്ട് തിളപ്പിച്ചാണ് വെക്കുന്നത്. അത് വെക്കുമ്പോഴത്തേക്ക് അത് അത്യാവശ്യം വെന്ത് കിട്ടും അമ്പഴങ്ങ. എന്നിട്ട് നമുക്ക് അതിലേക്ക് പാനിലേക്ക് എന്ത് ചെയ്യാം, കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ തന്നെ അത് മൂക്കുന്ന ഒരു മണം ഉണ്ടല്ലോ, അത്യാവശ്യം നല്ലൊരു മണം നമുക്ക് കിട്ടും. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിന് ശേഷം നമ്മൾ വെച്ചിരിക്കുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടൊന്ന് മൂപ്പിക്കാം. നമുക്ക് ഈ മുളക് പൊടി എടുക്കുമ്പം എരിവിനനുസരിച്ചുള്ള മുളക് അത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടാനുസരണമാണ് അതിടേണ്ടത്. കാശ്മീരി മുളക് ഇടുന്നവരുടെ അതിടാം. അപ്പം ഞാൻ അത്യാവശ്യം ഇട്ടേക്കുന്നത് നമ്മുടെ എരിവുള്ള മുളക് പൊടി ഉണ്ടല്ലോ, അപ്പോൾ അതാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം. നമ്മൾ സാധാരണ ഇത് ഓരോ ബൗളിന് അന്നേരം നമ്മൾ മുളക് പൊടി ഒന്ന് എടുക്കുക, മഞ്ഞൾപ്പൊടി അങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇത് കരിയാൻ ചാൻസ് ഉണ്ട് പാനിലായതുകൊണ്ട് തന്നെ. അതുകൊണ്ട് നമ്മൾ ഇനിയൊരു ഐഡിയ ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എന്ത് ചെയ്യാം, അത് മൂപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും റെഡി ആയിരിക്കും. ഇനി നമുക്ക് ആ തിളപ്പിച്ച് വെച്ച അമ്പഴങ്ങ ഉപ്പിട്ട് തിളപ്പിച്ച് വെച്ചില്ലേ, അതും കൂടെ എടുത്ത് എന്ത് ചെയ്യാം, ആദ്യം അതിൻ്റെ വെള്ളം ഒന്ന്
ഒഴിച്ചു കൊടുക്കാം. കാരണം ആ വെള്ളമാണ് ആദ്യം ഒഴിക്കേണ്ടത്. എന്ന് വെച്ചാൽ ആ മസാലയിൽ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ. നമുക്ക് അത്യാവശ്യമുള്ള ഉപ്പ് ഇതിനകത്ത് നിന്ന് തന്നെ കിട്ടും. അതിനനുസരിച്ചുള്ള ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ വെള്ളം ഒന്ന് എന്ത് ചെയ്യാം, ആ പൊടി ഐറ്റംസിനകത്തൊക്കെ ഒന്ന് കിടന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് അതിൽ മൊത്തത്തിലൊന്ന് ആ ഉപ്പ് പിടിക്കും. സാധാരണ നമ്മൾ അമ്പഴങ്ങയ്ക്കും ഉപ്പ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ നമ്മൾ ഉപ്പ് ഇതിൽ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചെറുപ്രായത്തിൽ തന്നെ എന്താണ് പ്രഷറൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഉപ്പൊക്കെ ഒന്ന് കുറയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞ് വരണം. അതാണ് ഇതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത്. നല്ലതായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ എണ്ണ തെളിയും. ആ ഒരു ടൈമിലാണ് നമ്മൾ അമ്പഴങ്ങ നന്നായിട്ട് വെന്തിരിക്കുകയാണ്, പിന്നെ അത് ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. അതല്ലെങ്കിൽ ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഇതിൻ്റെ എണ്ണയൊന്ന് തെളിഞ്ഞ് വരട്ടെ. ഈ വെള്ളമെല്ലാം ഒന്ന് വറ്റി വരണം കേട്ടോ. ഇതിൽ നമുക്ക് ചാറൊക്കെ തോനെ എടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ചാറ് കിട്ടുന്ന രീതിയിൽ എടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, അതിലേക്ക് അമ്പഴങ്ങ ഇടാം. എന്നിട്ട് വിനാഗിരി കൂടി ഒഴിക്കാം. ഇത് നമ്മുടെ അമ്പഴങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആറിയ ശേഷം ഒരു ബോട്ടിലിൽ ഇട്ട് സൂക്ഷിക്കാം കേട്ടോ. താങ്ക് യു.